ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. കാരണം ശ്രുതിയെ കാണാനില്ല. ശ്രുതി എല്ലാം ഉപേക്ഷിച്ച് പോയെന്നൊരു മട്ടിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും കാരണം സച്ചിയാണെന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കണം. എടാ നിന്നെ ഞാൻ ശരിയാക്കാടെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ് ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും ആകെ അരിശം വന്നു. എടാ നിൻ്റെ ഭാര്യ പോകാനുള്ള കാരണം ഞാനാണോടാ, എന്നെ കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര അടിയും പിടിയും ഇടിയൊക്കെ ആയി. എല്ലാവരും കൂടി ചേർന്ന് ഇവരെന്തെങ്കിലും പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രവിക്ക് നെഞ്ചുവേനയും വരികയാണ്. അയ്യോ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കയറി പിടിക്കുകയും ചെയ്യുകയാണ്. അച്ഛ എന്ത് പറ്റി അച്ഛ, ഒന്ന് നിങ്ങൾ നിർത്തുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത്? ഇവിടെ തല്ലുപിടിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ദേ ശ്രുതി ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞ് ശ്രുതിയെ കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് നിന്നാ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എല്ലാത്തിനും കാരണം ഇവനാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ആഹാ, ഞാനാണോ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്? എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാ. ഇവൻ ജോലിക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഒരേ പാർക്കിൽ പോയി കിടന്ന് സല്ലപിച്ചിരുന്നിട്ട് ഇപ്പോൾ എല്ലാത്തിനും കാരണക്കാരൻ ഞാനായോ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനിടയിൽ കയറി ഇടപെടുകയാണ് നമ്മുടെ വർഷ. അപ്പോൾ വർഷ പറയുകയാണ്, അതെ ഇങ്ങേരുടെ വായ ചുമ്മാ ഇരിക്കില്ല. ശ്രുതി ചേച്ചി ഇവിടുന്ന് പോകാനുള്ള കാരണം മുഴുവനും അത് ഇങ്ങേര് തന്നെയാണ്. ഇങ്ങേര് ഒരുപാട് ഇൻസൾട്ട് ചെയ്തു ശ്രുതി ചേച്ചിയെ. അതുകൊണ്ട് തന്നെയാണ് ശ്രുതി ചേച്ചി പോകാനുള്ള കാരണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലേറിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് നീ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ നേരെ കയർത്ത് കയറുകയാണ്. ഇത് കണ്ട രേവതി പിടിച്ചു മാറ്റുകയാണ്. സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ. എടാ ശ്രീകാന്തേ, നിന്റെ ഭാര്യയോട് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൾ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് സച്ചിയേട്ടാ? നിങ്ങൾ കാരണമല്ലേ ശ്രുതി ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അല്ലെങ്കിൽ പോകില്ലല്ലോ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അത്രയ്ക്കും ഇൻസൾട്ടായ രീതിയിലല്ലേ സംസാരിച്ചത്? സുധിയേട്ടൻ തെറ്റ് ചെയ്തു, സമ്മതിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് എന്തോരം വിഷമായി കാണും. അതേടാ, വിഷമാകട്ടേടാ. കാരണം നിങ്ങളൊക്കെ കാരണം തന്നെയാണ് അവൾ പോയത്, അല്ലാതെ വേറൊരു കാരണമല്ല. അപ്പം രവി ആണെങ്കിൽ നിർത്തുന്നുണ്ടോ? സച്ചി, നീ ചെയ്തു തരേണ്ട തെറ്റാണെന്ന് ഞാൻ പക്ഷേ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം നീയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സച്ചി. നിനക്ക് എന്തെങ്കിലും കാര്യം അങ്ങനെ എന്നോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് മാത്രം രഹസ്യമായിട്ട് വന്ന് പറയണമായിരുന്നു. പക്ഷേ അത് നീ എന്താ കാണിച്ചത്? ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ അത് പാട്ടാക്കി. അപ്പോൾ ശ്രുതിക്ക് അത് സഹിക്കാനായിട്ട് പറ്റുമോ സച്ചി? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അച്ഛാ, അപ്പം അച്ഛൻ എന്നെയും കുറ്റപ്പെടുത്തുകയാണോ? സച്ചി, നീ ചെയ്തത് തെറ്റ് തന്നെയാണ് സച്ചി. അപ്പം ചന്ദ്രയും പറയണം, രവിയേട്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം മുഴുവനും ഇവർ തന്നെയാണെന്ന്. ഇവരിനെ രണ്ടുപേരെയും. അപ്പോൾ ഈ രവിയാണെങ്കിൽ കണ്ണും മേടിച്ച് നോക്കുകയാണ് ചന്ദ്രയെ. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? എന്താണെങ്കിലും പറ. അല്ല, നിങ്ങളിപ്പോൾ എന്തോ പറയാനൊരുങ്ങിയല്ലോ. ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ കുടുംബത്തിൽ സമാധാനം ശാന്തിയൊക്കെ ഉണ്ടായനായിരുന്നു. ഇത് കേട്ട് നമ്മുടെ രേവതിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അമ്മേ, എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനിതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ സച്ചിയേട്ടൻ ഉള്ള കാര്യങ്ങൾ മുഴുവനും എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അതാണോ സച്ചിയേട്ടൻ ചെയ്ത തെറ്റ്? ഇങ്ങേര് പോയി ജോലിക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയെ ചതിച്ചുകൊണ്ട് പാർക്കിൽ പോയി കിടന്നു. എന്നിട്ട് ആ സത്യങ്ങൾ മുഴുവനും സച്ചിയേട്ടൻ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ സച്ചിയേട്ടനിൽ കുറ്റക്കാരനാണോ? എല്ലാവരുടെ മുന്നിൽ സത്യം പറഞ്ഞു. ഇതേപോലെ സച്ചിയേട്ടനും ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് സച്ചിയേട്ടനെ ഇൻസൾട്ട് ചെയ്തില്ലേ? അപ്പം നിങ്ങൾക്കിതൊന്നും പറയാനായിട്ട് ഉണ്ടായില്ലേ? അപ്പം എന്താ നിങ്ങളുടെ വായെല്ലാം മിണ്ടാതെ ആയിപ്പോയോ? ഇത് കേട്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. രേവതി, അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി. നീ ഒരു വക്കീലാവേണ്ടതായിരുന്നു. എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്? ഇപ്പം എന്താ നിങ്ങൾക്കെന്താ വായിൽ നാവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി തുടങ്ങി അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ കരഞ്ഞ് കലങ്ങിയൊരവസ്ഥ നിൽക്കുകയാണ്. മോനെ, എങ്ങനെയെങ്കിലും കണ്ടെത്തേണ്ടേടാ അവളെ. എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കോ, അല്ലെങ്കിൽ പ്രശ്നവും. അതേ അമ്മേ, എനിക്ക് കണ്ടെത്തണം അമ്മേ. പക്ഷെ ഞാൻ അവളെ എവിടെ പോയി തപ്പുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ രവി പറയാണ് ശ്രുതിയോട്, ശ്രുതി മോനെ, നീ എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്ത്. എന്നിട്ട് അവളുടെ കാൽക്കൽ വീണ്ടും മാപ്പെങ്കിലും പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവാ, അല്ലെങ്കിൽ ശരിയാവില്ല. സച്ചി, നീയും കൂടെ പോകണം. ഞാൻ കൂടെ പോകാനോ? ഞാൻ കൂടെ പോവില്ല. ഞാൻ എന്തിനാ കൂടെ പോകുന്നു? സച്ചി, ഞാനാ പറഞ്ഞത് നീ കൂടെ പോകണം. അവൾ ഇവിടെ നിന്ന് പോകാനുള്ള കാരണവും നീ തന്നെയാണ്. ഞാനെന്ത് തെറ്റ് ചെയ്തു? ഇവൻ കാരണം ഇവൻ്റെ ഭാര്യ പോയത്. എൻ്റെ ഭാര്യ അന്വേഷിച്ച് ഞാൻ പോയാൽ പോരെ? ഇവൻ്റെ ഭാര്യ അന്വേഷിച്ച് ഞാൻ എന്തിനാ പോകുന്നത്? ഞാൻ പോവില്ല സച്ചി, ഞാനാ പറയുന്നത്. അപ്പോൾ രവി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ
ഈ നമ്മുടെ രേവതിയും പറയാണ്, സച്ചിയേട്ടാ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, പോയി അന്വേഷിക്കുക. ഓ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോകാം, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചുകൊണ്ട് പോകുക. കാറിലിരിക്കുമ്പോഴും സുധിയെ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൻ തേച്ചും എനിക്ക് ഡ്രസ്സ് കൊടുത്തുകൊണ്ട് അവൻ പോയിരിക്കുന്നു പാർക്കിൽ കിടക്കാനായിട്ട്. പക്ഷേ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ദൈവം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അതേടാ, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകും. കാരണം അവർക്കറിയാം നീ വിളിക്കുമെന്ന്. അതുകൊണ്ടാ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. കിട്ടണോടാ നിനക്ക്, ഇതല്ല ഇതിനപ്പുറം കിട്ടണം. എന്നേക്കേ ഒരുപാട് നീ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളല്ലേ, ഇപ്പം കിട്ടിയില്ലേ നിനക്ക്? അവ ബാർക്കിൽ പോയി കിടന്നുറങ്ങി ജോലിക്കാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടടാ എന്ന് ശ്രുതിയും പറയാം. ഞാൻ മിണ്ടും. എനിക്ക് വായി തോന്നിയ കാര്യങ്ങൾ മുഴുവനും ഞാൻ പറയും. അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഇതാരാ വിളിക്കുന്നത്? അങ്ങനെ സച്ചി കോൾ എടുത്തിട്ട് അയ്യോ അങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ, ഞാനിപ്പോൾ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക. കാശൊന്നും കിട്ടാത്ത ഓട്ടം ആണ്. അതെ, പിന്നെ ഭാര്യ അന്വേഷിച്ച് പോയുള്ളൊരു ഓട്ടോ. അയ്യോ, എൻ്റെ ഭാര്യയല്ല, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ കാണാനില്ല, അവരെ അന്വേഷിച്ചുകൊണ്ട് പോണ പോക്കാ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ പോയി എന്ന് പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുക. എത്ര കാശ് കിട്ടണ്ടെന്നറിയാമോ? നീ കാരണം അതും പോയി കിട്ടി. നിനക്ക് വെല്ലത്തിൻ്റെ കാരണമുണ്ടോ? ഇത് കേട്ട ശ്രുതിക്ക് ആകെ അരിശം വരികയാണ്. അപ്പോൾ ശ്രുതി പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്നെ ഇവിടെ ഇറക്കി വിട്ടേര്, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നീ എങ്ങോട്ട് പോകാനായിട്ട്? നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പൈസ ഉണ്ടോ? പൈസ ഇല്ലല്ലോ. 10 പൈസ ഇല്ലാതെ അവൻ ഇറങ്ങിയിരിക്കുക. ബസ്സിന് പോകാനെങ്കിലും പൈസ ഉണ്ടോ? എടാ, നീ ഇങ്ങനെ കിടന്ന് ചുമ്മാ വായിട്ട് ഇളക്കാതെ നീ ഒരു കാര്യം ചെയ്യ്. നീ ആ ബ്യൂട്ടി പാർലറിലേക്ക് വിളിച്ച് സ്റ്റാഫുകളെ വിളിച്ച് അന്വേഷിക്കുക. അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു തരാൻ ഞാൻ. വലിയ ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ നടക്കും. എന്നിട്ട് കാശിന് ബുദ്ധിയില്ല. അങ്ങനെ ശ്രുതി ഒരു കൂട്ടുകാരിയെ വിളിക്കുക. ബ്യൂട്ടി പാർലർ കൂട്ടുകാരെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിത്യ ശ്രുതി ബ്യൂട്ടി പാർലർ വന്നായിരുന്നോ? വന്നായിരുന്നല്ലോ. വന്നോ? എന്നിട്ട് അവൾ അവിടെ ഉണ്ടോ? അവളുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തേ. അയ്യോ, 1 മണിക്കൂർ മുമ്പ് വന്നായിരുന്നു. എന്നിട്ട് കളക്ഷൻ 3000 രൂപ ഉണ്ടായിരുന്നു. ആ 3000 രൂപയും കൊണ്ട് പുറത്തേക്ക് പോയി. അപ്പം നമ്മുടെ സച്ചിയാണല്ലോ, നിൻ്റെ അതേ സ്വഭാവം കൊള്ളാം, പൈസ എടുത്തിട്ടാണ് അവൾ മുങ്ങിയല്ലോ, നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് അവിടെ പറയുക. അപ്പോൾ അല്ല, എങ്ങോട്ടാ പോയെന്നറിയോ? എങ്ങോട്ടാ പോയെന്നറിയില്ല സാറേ. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ പറയാതെ ബ്യൂട്ടി പാർലർ തുറക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ കുമാരമംഗലത്തേക്കുള്ള ബസ് എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് പോകുന്നത് കണ്ടു സാറേ. കുമാരമംഗലത്തേക്കോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുക. അപ്പോൾ സച്ചി ആണെങ്കിൽ ആകെ കളിയാക്കുകയാണ്. ഇവൻ്റെ ഭാര്യയെ ഇവനെ വിട്ടിട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ഫോൺ കട്ടാക്കിയാണ്. നിനക്ക് എന്താടാ വേണ്ടത്? നീ ഇവിടെ കയറിയപ്പോൾ മുതൽ നീ ചുമ്മാ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും രേവതി വിളിക്കുകയാണ് നമ്മുടെ സച്ചിയെ. സച്ചിയേട്ടാ, എന്തായി കാര്യങ്ങളെല്ലാം? ശ്രുതി എവിടെ നിന്നുണ്ടെങ്കിലും വിവരം കിട്ടിയോ? എവിടെ വിവരം കിട്ടാൻ? പിന്നെ അവൾ ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൽ വിളിച്ച് ചോദിച്ചായിരുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അവൾ അവിടെ നിന്ന് 3000 രൂപ കൊണ്ട് എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. പോകുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ വിളിച്ച് ആരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുമാരമംഗലത്തിലേക്കുള്ള ബസ് ടൈം. കുമാരമംഗലത്തേക്കാ? അയ്യോ, കുമാരമംഗലത്തിലല്ലേ നമ്മൾ ആ അമ്മയുടെ മകൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് ഇവിടെ പറയുകയാണ്. അത് ശരിയാ രേവതി, പിന്നെ ഡീസൽ അടിക്കാൻ പൈസയൊന്നുമില്ല. കുമാരമംഗലം വരെ പോയിട്ട് ശ്രുതിയും കൊണ്ടുവരാൻ പാടുള്ളൂ. പക്ഷെ ഇതെന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സമയം ഇന്നത്തോടെ പോയല്ലോ എൻ്റെ ദൈവമേ. ഏതായാലും സച്ചിയേട്ടാ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ശ്രുതിയേയും കൊണ്ട് വേണം നിങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചു വരാനായിട്ട്. എങ്കിൽ രേവതി നീയും വാ. ഞാനൊരു കാര്യം ചെയ്യാം, നീ ഒരു ബേക്കറിയുടെ മുന്നിൽ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് കാറും കൊണ്ട് വന്നേക്കാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് പൈസ എടുത്തുകൊണ്ട് രേവതി നേരെ ഒരു കാണാനായിട്ട് പോവുക. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ നിർത്തിയിട്ടില്ല. വീണ്ടും ഈ ശ്രുതിയാണെങ്കിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം ശ്രുതി നേരെ ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര കോൾ കഴിഞ്ഞപ്പോഴേക്കും എന്തായി മോനെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ എനിക്കിനി ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ല. ഇവിടെ കയറിയപ്പോൾ മുതൽ ഈ സച്ചി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ കൂടെ എങ്ങനെ ഞാൻ സഹിച്ചിരിക്കും? ഇവന് ഓരോ കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യണമ്മേ. ഞാനിവിടെ നിന്ന് ഇറങ്ങി പോവാം. ഞാൻ ബസ്സിന് എങ്ങനെയെങ്കിലും പോയിക്കോളാം മോനെ. നീ ഒറ്റയ്ക്ക് എങ്ങനെ കണ്ടെത്തും? നിനക്ക് പറ്റില്ല. കാരണം കുമാരമംഗലമൊക്കെ സച്ചിക്ക് അറിയായിരിക്കും. സച്ചി എല്ലാ റൂട്ടിലും പോയിട്ടുള്ളല്ലേ. അതുകൊണ്ട് സച്ചിയെ നീ കൂട്ടുപിടിച്ചോ. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. അവൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ. അതുകൊണ്ട് നീ കുറച്ച് സഹിക്ക്. ശ്രുതിയെ കണ്ടുപിടിക്കാനാണല്ലോ
ദേ അവളുടെ മലേഷ്യനുള്ള അച്ഛനെ വല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി പറയണം, എടാ നീ ആൾ കൊള്ളാലോ, എടാ നിനക്ക് വേണ്ടിയില്ല, എടാ നിന്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ എടാ ഞാൻ നിന്റെ കൂടെ വരുന്നത്. എന്നിട്ട് നീ അമ്മയോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്, ഉള്ളതും ഇല്ലാത്തതുമായുള്ള കാര്യങ്ങൾ. ചെറുപ്പം മുതലേ തുടങ്ങിയതാ. നീ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അമ്മ വിശ്വസിക്കുകയും ചെയ്യും, എന്നിട്ട് ദേ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ദേ ഇത് ഞാൻ വെച്ച് ഉറപ്പിക്കില്ല കേട്ടോ എന്നും പറഞ്ഞോണ്ട് ദേ അപ്പോൾ കുറച്ചും കൂടെ നീങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രേവതി നിൽക്കുകയാണ് ബേക്കറിയുടെ മുന്നിൽ. അപ്പോൾ സച്ചി ഇറങ്ങിയിട്ട്, ആ രേവതി നീ പൈസ കൊണ്ടെന്നോ? ആ ഞാൻ പൈസ കൊണ്ടെന്നോ, വാ എന്നാൽ കയറ്, വണ്ടിലേക്ക് കയറി, പെട്ടെന്ന് തന്നെ പോകണം. അങ്ങനെ രേവതി കാറിൻ്റെ ബാക്കിൽ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും, നീ ബാക്കിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഫ്രണ്ടിലിരുന്നാൽ മതി. അയ്യോ ഞാനിവിടെ ഇരുന്നോളാം സച്ചിയേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞ? എടാ സുധി ഇറങ്ങടങ്ങോട്, നീ ബാക്കിലിരുന്നാൽ മതി. ഞാൻ ബാക്കിലോ? അതെ ഇറങ്ങടങ്ങോട്. നീ ഇപ്പോൾ ഫ്രണ്ടിലിരുന്ന് സുഖിച്ചങ്ങോട്ട് പോവണ്ട. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് നല്ല ചിന്തയുണ്ട്, നിൻ്റെ ഭാര്യയെക്കുറിച്ച് നിനക്ക് ചിന്തയില്ലെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തയുണ്ട്. നിങ്ങളുടെ ഇറങ്ങി. അങ്ങനെ സുധിയെ പിടിച്ച് നേരെ ബാക്കിലാക്കിയാണ് നമ്മുടെ രേവതി ഫ്രണ്ടിലിരിക്കുകയും ചെയ്യാണ്. സച്ചിയാണെങ്കിൽ താളം തട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പോയുമ്പോഴും, എടാ നിൻ്റെ ഭാര്യ എവിടെ പോയി തപ്പാനാടാ? അവൻ പാർക്കിൽ കിടന്ന് ഉറങ്ങി ഇപ്പം ഞങ്ങൾക്കായി പണി മുഴുവനും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കാവോ, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേരും, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. നിൻ്റെ കൂടെ ഇങ്ങനെ സഹിച്ചിരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. നീ എങ്ങോട്ട് പോകാനാടാ? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, നീ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ രേവതി പറയാണ്, സച്ചിയേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക, ചുമ്മാതിരുന്ന വണ്ടി ആരാ ഓടിക്കണം? എന്നാൽ വണ്ടി ഓടിച്ചാൽ മതി, വായൊന്ന് അടക്കി വെയ്യ. ശരി. അല്ല ഈ കുമാരമംഗലത്തിലേക്ക് പോയത് എന്തിനാ? അല്ല പെണ്ണുങ്ങൾ വഴക്കിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വീട്ടിലേക്കല്ലേ രേവതി? നീ എന്നോട് വഴക്കിട്ട് പോകുന്നത് അമ്മ വീട്ടിലേക്ക് പോയി കരയാനല്ലേ? ഞാൻ കരയുന്നത് നിങ്ങൾ കണ്ടോ? അല്ല പോകുന്നത് അമ്മ വീട്ടിലേക്കല്ലേ? അതെ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്, വഴക്കിട്ട് കഴിഞ്ഞാൽ അമ്മ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതെന്തിനാ എടാ നിൻ്റെ ഭാര്യ കുമാരമംഗലത്തിലേക്ക് പോയത്? എനിക്കറിയില്ല. എടാ പിന്നെ നിനക്ക് എന്താണ് അറിയുന്നത്? ചിലപ്പോൾ ഇവള് വക്കീലിനെ കാണാൻ വേണ്ടി പോയതായിരിക്കും, എനിക്കറിയില്ല. അല്ല എന്തിനാ വക്കീലെ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് രേവതിയും ചോദിക്കുകയാണ്. വക്കീലെ കാണാൻ വേണ്ടി പോകുന്നത് ഡിവോഴ്സിന് വേണ്ടി. ഇവൻ്റെ കൂടെ ജീവിതം മടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഡിവോഴ്സിന് വേണ്ടിയായിരിക്കും. ഇത് കേട്ടാ സുധി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. താങ്ക് യു, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.